ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഷുട്ടുപ്പിനെ ഞാൻ താഴെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ആൾ നല്ല ഉറക്കിലാണ്. ഇന്ന് കുറച്ചൊരു ബിസി ഡേ ആണ്, കാരണം എനിക്കിന്ന് വീട്ടിൽ പോകേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹറി ബറി ബഹളാണ്. ഇന്ന് രാവിലെ തന്നെ നമുക്കിത് നല്ല വെള്ളയപ്പവും തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറിയായിരുന്നു അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷുട്ടു എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അവൾ എണീക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അവൾ എണീച്ച് കഴിഞ്ഞാൽ എന്തായാലും അവളുടെ പിന്നാലെ പോയി അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും 10 മണി കണക്കാവും. അതുകൊണ്ട് ഞാൻ മാക്സിമം അവൾ എണീക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റാവും. ഞാനും അമ്മയും ഒന്നിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ചില സമയത്ത് അമ്മ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കും. അപ്പോൾ ഇനിയിപ്പം റെഡിയാവാനുള്ള ഒരു തത്രപ്പാടിലാണ്. നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ചില്ലറ ഒരു ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടിലേക്ക് എത്തലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പറ, ആരാ ഷുട്ടുബി? ആരാ ബി? എവിടെ ഷുട്ടുബിനെ കാണിക്ക്. ഇതാണോ ഷുട്ടുബി? ഇതോ അമ്മ. അയ്യോ, പല്ലി വെച്ചിട്ടില്ല. പല്ലിയേക്കാത്ത ഉപ്പയ്ക്ക് വേണ്ട. പള്ളി തേക്കാത്ത ഉപ്പയ്ക്ക് വേണ്ട. നമ്മൾ പോയിട്ട് പല്ലി വെച്ചിട്ട് വേണം കാശില്ല. അല്ല, അമ്മ അങ്ങനെ നമ്മൾ ഫ്രഷ് ആവലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സപ്പ് ചെയ്തു. കാരണം നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇതൊരു സമയമായിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആവാറായി നമ്മൾ എല്ലാം റെഡിയായി വരുമ്പോഴേക്ക് തന്നെ. അപ്പോൾ ഷുട്ടൂനിയും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കിച്ചു. ഇനിയിപ്പോൾ ഒന്ന് മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ട് പോകണം. എനിക്കതിലിടയ്ക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഞാൻ 2 ഡേയ്സ് വീട്ടിൽ നിന്നിട്ടാണ് വരിക. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഡിസ്പാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ റെഡിയാവുന്നതിന് മുന്നേ വേറെയും ഓർഡേഴ്സ് വന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഡിസ്പാച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ പാക്ക് ചെയ്ത് സെറ്റാക്കിയൊക്കെ വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓണം കളക്ഷൻസിൻ്റെ വീഡിയോ ഇനിയും വരുന്നതാണ്. ഞാൻ യൂട്യൂബിലിടുമ്പം ഇത്രയും റെസ്പോൺസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചേ ഇല്ല. കുറേ ആൾക്കാർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും നമ്മുടെ പുതിയ കളക്ഷൻസിൻ്റെ ഒക്കെ. ബാക്കി കളക്ഷൻസും ഓൺ ദ വേ ആണ്. കുറേ നമുക്ക് നല്ല കാഞ്ചി കോട്ടൻസും സുങ്കിരി കോട്ടൺ സാരീസും ഒക്കെ ഓണം സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം റെഡിയായി ഇനിയിപ്പം ഇറങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ്. ഷുട്ടിന് നമുക്ക് വൈറ്റമിൻ കൂടെ കൊടുക്കാനുണ്ട്. ആ ഒരു പരിപാടിക്കും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ എല്ലായിടത്തും ഇപ്പം വൈറ്റമിൻ തീർന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് എപ്പോഴും ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര ഹറിബറിയായിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എനിക്ക് സാധനങ്ങൾ അയക്കണം. നമ്മളൊരു കവറിലാക്കി എടുത്തു. ഇനിയിപ്പോൾ നേരെ നമ്മൾ വടകര പോയിട്ട് കറക്റ്റായിട്ട് അയക്കണം. നമുക്ക് പിന്നെ വണ്ടി കയറിയാൽ അപ്പോൾ തന്നെ നമുക്ക് സൺഗ്ലാസ് നിർബന്ധമാണ് ഗൈസ്. നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ, ചൂട് എന്താ ചെയ്യുക. മഴക്കാലമായിട്ടും ഭയങ്കര ചൂടാണ്. എന്താ പറയുക, നമുക്ക് മഴ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2-3 ദിവസം നന്നായിട്ട് പെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും പണ്ടത്തെ പിന്നത്തെ ആയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു നമ്മൾ ഇറങ്ങിയ ദിവസം. നല്ലപോലെ കത്തുന്നുണ്ടായിരുന്നു. മുന്നിലൊന്നും വണ്ടിയിൽ സീറ്റിലിരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിവിടെ സൈഡാക്കി പാർക്ക് ചെയ്തു. കുട്ടപ്പൻ പോയിട്ട് അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ അയക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇയാൾ കൂടെ തന്നെ വരും. സോ ദാറ്റ് വാസ് സോ റിസ്കി സംഭവമായിരിക്കും. ഞാൻ ഇവിടെയും കൊണ്ട് കടന്ന് പിടിച്ച് പോകാമെന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ള പണിയാണ്. സോ അങ്ങനെ ഒരാൾ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അയച്ചു പിടിച്ച് ആൾ വന്നു. ഇനിയിപ്പം നേരെ നമുക്ക് ഒന്ന് ജ്വല്ലറിയിൽ പോകണം. ഷുട്ടൂനൊരു വെള്ളീൻ്റെ പാദസരം വാങ്ങിക്കണം. അപ്പോൾ കുട്ടപ്പൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയുണ്ട് ഇവിടെ, നാരായണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇവിടെ വണ്ടി വെക്കൽ ഈസ് വെരി റിസ്ക്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ നോക്കി. ഇത് നല്ല ബ്യൂട്ടിഫുൾ സിൽവറിൻ്റെ ബ്രേസ്ലെറ്റ് ആട്ടോ. ഇവരുടെ അടുത്ത് കുറേ അടിപൊളി സിൽവർ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇങ്ങനെ കുട്ടപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബർത്ത്ഡേക്ക് എനിക്ക് ഇത് വാങ്ങി തന്നാൽ മതി എന്നൊക്കെ. കുറേ ചെയിനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചെയിനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടാവും നേരിയ ടൈപ്പിൽ നമുക്ക് പണ്ടല്ലേ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പ്.
അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ മാറി മാറി സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഷുട്ടുവാണെങ്കിൽ ഞാൻ എടുക്കുന്നതിനനുസരിച്ച് അവൾ ഓരോന്നെടുത്ത് കാലിനിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവളുടെ കയ്യിലെ കരിമണീൻ്റെ സിൽവർ പോർഷനൊക്കെ ഓൾമോസ്റ്റ് അവൾ അടിച്ച് തകർത്ത് തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, എല്ലാം കാണാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റണം. അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ ഉണ്ടായിരുന്നത്. എല്ലാം കൂടെ എടുത്തിട്ട് ഒന്നിച്ചാക്കി കുരട്ടി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പോയിട്ട് എടുക്കണം. എന്താ കണ്ടില്ലേ, ഭയങ്കര സെലക്ഷൻ പ്രോസസ്സിലാണ് ആൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയ്യിലിടുന്നത് മാത്രം എടുത്തു. മറ്റത് പോയിട്ട് ഇനിയിപ്പം എടുക്കണം അവിടുന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ ഓൾമോസ്റ്റ് കുറേ സമയമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഓരോന്നൊക്കെ നോക്കിയെടുത്ത് പിന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 12 o'clock ആയി നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോഴേക്ക് തന്നെ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ തലശ്ശേരി വഴി പോകാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡ് കഴിക്കണം എവിടുന്നെങ്കിലും. നമ്മൾ ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ഫുഡ് കിട്ടൽ ഇസ് വെരി ഡിഫിക്കൽട്ട്. ഹൈവേയിലൊന്നും അങ്ങനെ ഹോട്ടൽസും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ മാഹി എത്തിക്കാസ്. മാഹി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേ വന്ന് അത് തുറന്ന് അതിൽ കൂടെ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഈ മാഹി സൈഡിൽ നിന്ന് ഇപ്പോൾ കാണാത്ത കുറേ നാളായി. സോ അങ്ങനെ നമ്മൾ മാഹി എത്തി. ഇനിയിപ്പോൾ തലശ്ശേരി നേരെ ഒന്നുകിൽ പാരീസ് അല്ലെങ്കിൽ പെപ്പർ പാലസ് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പാരീസിൽ പോകാൻ കുട്ടപ്പൻ വലിയ താല്പര്യം കാണിച്ചില്ല. കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. വേറെ എന്ത് സംഭവിച്ചാലും നമുക്ക് വണ്ടി സേഫായിട്ട് വെക്കണം. അതാണ് എൻ്റെ ഭർത്താവ്. ഭയങ്കര ഓട്ടോ ഇന്തൂസിയാസ്റ്റിക്കാണ് സാധനം. എന്താ പറയുക, ഓട്ടോമൊബൈൽ മാനിയക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെപ്പർ പാലസ് പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. ഓൾമോസ്റ്റ് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും. അങ്ങനെ ഇതാ പെപ്പർ പാലസ് എത്തി. നമ്മൾ കുറേ നാളായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വഴി വരാത്തതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടും കുറേ നാളായി. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ സ്ഥിരം സ്പോട്ടായിരുന്നു പെപ്പർ പാലസ്. ഇപ്പം അവിടുത്തെ റെസിപ്പീസൊക്കെ കുറച്ച് ബാക്കിലോട്ടാണ്. ബട്ട് എന്നാലും നമ്മൾ ബിരിയാണി കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. ചട്ടിച്ചോറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയും ഹെവി ആയിട്ട് എന്തായാലും കഴിക്കാൻ പറ്റില്ല. ചട്ടിച്ചോറിൽ നോൺ വെജും വെജും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവർ. അപ്പോൾ അത്രയും കൊള്ളിക്കാനുള്ള സ്ഥലം വയറ്റിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ചിക്കനാ ഇത് വേണം. ഇത് തൈര് വേണം. എന്താ വേണം ചോറ് ചിക്കനോ? അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഷുട്ടിപ്പോൾ കുറേ നാളായി ഐസ്ക്രീം കഴിച്ചിട്ട്. അപ്പോൾ അവൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം ചെറിയ ഒറ്റൊരു സ്കൂപ്പ് മാത്രം കൊടുത്ത് നമ്മൾ പറ്റിച്ചു കഴിച്ച്. എന്താ വെച്ചാൽ കുറേ ആയി കഴിക്കാത്ത ഫുഡ്. എപ്പോഴും ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ആയിട്ട് ഒന്നുകിൽ തണുപ്പോ അല്ലെങ്കിൽ പനി. ആദ്യമൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് അങ്ങനെ ഐസ്ക്രീംസും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ അങ്ങനെ അധികം വയറ്റിന് പിടിക്കാറില്ല. അപ്പോൾ പരമാവധി ഞാൻ കൊടുക്കാറുമില്ല. അപ്പോൾ കുറേ ആയി ഇപ്പോൾ കഴിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ ഇതാ നമ്മൾ തലശ്ശേരിയൊക്കെ കഴിഞ്ഞു പോവാറായി. കുറേ നാൾ കൂടിയിട്ട് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡ്. ആദ്യം അവർ തുടങ്ങിയ സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ എന്താ പറയുക, ഓക്കെ ടൈപ്പ് ഫുഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളും ഒരു ബട്ടർ സ്കോച്ചിൻ്റെ 1 സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അച്ഛനും അമ്മയും അവിടുന്ന് ഫുഡൊക്കെ, അവർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു. ആൻഡ് നമ്മളെന്തായാലും ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി ഗൈസ്.
എൻ്റെ അമ്മ ഇന്നെന്ന വെയിലല്ലേ കത്തുന്നുണ്ട്. ബിരിയാണി തിന്നതിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇരുന്ന് കുറച്ചൊന്ന് മയങ്ങി എണീച്ചതിന് ശേഷം നമ്മൾ നേരെ ചക്കരക്കല്ലിലേക്ക് വിളിച്ച് പിടിക്കുകയാണ്. കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മ പോകുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കുട്ടപ്പനും കൂടി പോയി. പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ നമ്മുടെ ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി. ആൾ പുറത്ത് കാർ വെച്ചു. കുറച്ചധികം സാധനങ്ങൾ അമ്മയ്ക്ക് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കും കുറച്ച് ആയുർവേദ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, എൻ്റെ ഹെയർ കെയറും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക്. പിന്നെ ഞാൻ പോകുന്ന സമയത്ത് പിന്നെയും ചക്രക്കല്ല് വന്ന് പിന്നെയും സാധനങ്ങൾ വാങ്ങിക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു. അതിനാണ് ഞാൻ മെയിനായിട്ട് ചക്രക്കല്ല് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന സാധനങ്ങൾ കൊടുക്കാനും ഉണ്ടായിരുന്നു. ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ പോയി. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി നേരെ ഞാൻ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ പോയി കുറച്ച് താളിപ്പൊടിയും എണ്ണപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മളെ ഹെയർ മാസ്കിനുള്ള കാര്യങ്ങൾ. ഇവിടെ ആകുമ്പോൾ എനിക്ക് നോർമൽ എന്താ പറയുക താളിയാക്കാൻ വേണ്ടി ചെമ്പരത്തി കിട്ടും. നമ്മളവിടെ ചെമ്പരത്തി ഭയങ്കര കുറവാണ്. സാധനങ്ങളൊന്നും കിട്ടാനില്ല. നമ്മളിതൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പം കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മളിവിടെ ചക്കരക്കല്ല് ഒരു നാടൻ സാധനങ്ങൾ കിട്ടുന്ന പീടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് നമ്മൾ. മുഴപ്പാല എത്തിക്കായ്സ് വീണ്ടും വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഷുട്ടു കാണാണ്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. ആൾ അവിടെ ദീപേശിൻ്റെ അടുത്ത് ആക്കിയിട്ടുള്ളത്. അവളെ ഇനിയിപ്പം പോയിട്ട് പിക്ക് ചെയ്ത് കുളിപ്പിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പോയത് കണ്ടിട്ടില്ല. കണ്ടിട്ടാകുമ്പോൾ പിന്നെ അലമ്പായിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ അവളെ ഒന്ന് പിക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു നേരെ അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴിക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ എൻ്റെ മക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാനെപ്പോഴും വന്നിട്ടാകുമ്പോൾ അപ്പം തന്നെ നോക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കിനി നമ്മുടെ മറ്റേ ഫിഷ് പാ ഉണ്ടല്ലോ, അത് ചെയ്യുന്ന പോലെ നല്ല സുഖമായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് സമയം അതിനൊക്കെ എടുത്ത് വെച്ചിങ്ങനെ കളിക്കും. ഷുട്ടു കാണൂല. അപ്പോൾ അവൾ ഇത് തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് അതിനൊക്കെ എടുത്ത് കൊന്നുകളി. അതുകൊണ്ട് ഞാനങ്ങനെ പിടിക്കാറില്ല. ചുമ്മാ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിപ്പം കുറേ ആയിട്ടുണ്ട്. നമ്മൾ ഇടുന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഷുട്ടുവിനെ നമ്മൾ പിക്ക് ചെയ്ത് വന്ന് ഞാൻ പെട്ടെന്നൊരു കുളിയൊക്കെ പാസ്സാക്കി. കുട്ടപ്പൻ ഓൾറെഡി ഈവനിങ് ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുക്കാൻ എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഞാൻ ഫുള്ളി വീഡിയോ എടുക്കുന്നത് ഞാൻ മറന്നുപോയി. പിന്നെ ഇതാ സന്ധ്യ ആയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നു. കുറച്ചധികം നമുക്ക് ഇൻസ്റ്റയിൽ ഇടാനുള്ള റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഷുട്ടു പോയിട്ട് മെല്ലെ അച്ഛൻ്റെ ഫോണ് കരസ്ഥാക്കി വന്നിട്ടുണ്ട്. ഇവിടുന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ ഫോൺ അവൾക്ക് ലോക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഈ പരിപാടി കുറച്ചധികമാണ്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി. അമ്മയും അച്ഛനും പൂജയുള്ളതുകൊണ്ട് അപ്പുറത്ത് പോയിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനും ഷുട്ടുപ്പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Oh, thank you. What is this? Is this chore? Yummy. കുറച്ച് വെള്ളം തരുമോ? Give me some water. Water. കപ്പ് എവിടെ? വാട്ടർ തരാൻ കപ്പില്ലേ? Thank you. Oh, thank you. Yummy water. Thank you so much. അയ്യോ ഇതെല്ലാം പോന്നു.
ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ അങ്ങനെ വിശക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷുട്ടൂന് ഇന്ന് ഞാൻ കടയിൽ പോയ സമയത്ത് ആട്ട നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നൂഡിൽസും ഇപ്പോൾ കുറേ ആയി അവൾക്ക് കൊടുക്കാത്തത്. അപ്പോൾ ആട്ട നൂഡിൽസ് ഞാൻ വാങ്ങിയതുകൊണ്ട് ഞാൻ അത് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്ക്. അവളും ഓൾറെഡി എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് അധികം അങ്ങനെ വിശക്കൊന്നുമില്ല. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് എന്തെങ്കിലും കഴിച്ചോളും. അപ്പം ഞാനും അതിനകത്ത് നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു. അമ്മയും അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വെരി നോർമൽ ഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.